അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കാനാണ്. അടിപൊളി അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 100 ഗ്രാം കണക്കാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 150 ഗ്രാം ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. നമ്മളെ വീട്ടിലുള്ള കാന്താരി മുളകാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ നല്ല കുറച്ചിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അച്ചാറിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, എരിവ് കുറഞ്ഞതാണ്. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ 1.5 കിലോ ഈത്തപ്പഴമാണ് ഇടുന്നത്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ പുളി ചേർക്കാം. ഞാൻ പുളിക്ക് പകരമാണ് വിനാഗിരി ഒഴിച്ചത്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മളിത് എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് റോസ്റ്റാക്കി എടുത്തതാണ്. അതുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.